ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചപ്പാത്തി മാവ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് പകരം വല്ലപ്പോഴൊക്കെ ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടമാവുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ ചപ്പാത്തി മാവാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബാക്കിയായിട്ടുള്ള ചപ്പാത്തി മാവ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാൻ പോവാണ്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് അത് ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം. ആ ഒരു എണ്ണ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് കൈ ഉപയോഗിച്ച് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്താനും അതുപോലെ തന്നെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും സഹായിക്കും. അപ്പോൾ ഇതാ ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് സാധാരണ ചപ്പാത്തിക്കൂട്ട് എങ്ങനെയാണോ തയ്യാറാക്കിയെടുക്കുന്നത് അതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇതുപോലെ കൂട്ടൊന്ന് തയ്യാറായി വന്നതിന് ശേഷം 2 മിനിറ്റ് നേരം കൈയെടുക്കാതെ നല്ല പോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളുടെ ചപ്പാത്തി കൂട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ അതാ ഞാനിപ്പോൾ നല്ല പോലെ തന്നെ ഇതൊന്ന് നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് നമ്മളുടെ കൂട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും കൂട്ട് ഒന്നും കൂടെ സോഫ്റ്റായിട്ട് വരും. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. കൂട്ട് ഒന്നും കൂടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. അത്യാവശ്യം വലിയ 3 ഉരുളകളാക്കിയിട്ട് ഞാനതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലൊരു ഉരുള എടുത്തിട്ട് ഗോതമ്പ് പൊടിയിലൊന്ന് ചെറുതായിട്ട് ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. എത്ര വലുപ്പത്തിൽ പരത്തിയെടുക്കാൻ കഴിയോ അത്ര വലുപ്പത്തിൽ നല്ല നേർത്ത് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ നല്ല നേർത്ത് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. പറ്റുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഗോതമ്പ് പൊടി ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല നേർത്താണ് ഞാനിവിടെ പരത്തിയെടുക്കുന്നത്. അതിനുശേഷം ഇത് ഷേപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റൗണ്ട് കട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുപ്പിയുടെ മൂടിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള കൂട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ആ ഒരു 2 ഭാഗവും വെച്ച് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. ഈ ഒരു രീതിക്ക് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞു ഷേപ്പ് നമുക്ക് കിട്ടും. ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഏതൊരു ഷേപ്പിലും നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ചപ്പാത്തി കൂട്ടെടുത്തിട്ട് വെറുതെ കത്രിക ഉപയോഗിച്ചിട്ട് മുറിച്ചിട്ടിട്ട് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ എല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ആ ഒരു ഷേപ്പിലാണുള്ളത്. അതിനുശേഷം ഞാനിതൊന്ന് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഏകദേശം 3 കപ്പ് വെള്ളം ഞാനിവിടെ തിളക്കാൻ വേണ്ടി വെച്ചിരുന്നു. വെള്ളം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഗോതമ്പിൻ്റെ കൂട്ട് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരമാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തോളൂ. നമ്മൾ കൂട്ട് പരത്തിയെടുത്തത് വളരെ നേർത്തായതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പത്തിൽ കുക്കായി കിട്ടിക്കോളും. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് നേരമാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തത്. ഇതിപ്പോൾ പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം തന്നെ ആ ഒരു വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം തണുത്ത വെള്ളത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളത്തിലോ ഒരു 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളം മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമ്മൾ വെള്ളത്തിൽ കഴുകിയെടുക്കുന്നത് അതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് നിർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വെന്ത് പോയിക്കൊണ്ടിരിക്കും. ഇനി ഇതിനുള്ള മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എള്ളൊന്ന് ചെറുതായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എള്ളിപ്പോൾ ചെറുതായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഏകദേശം 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പച്ചമണക്കം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മളിത് വഴറ്റിയെടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. എല്ലാ പ്രോസസ്സും ഹൈ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട്.
ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വീണ്ടും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങനെ ബ്രൗൺ കളറൊന്നും ആക്കണ്ട. ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മാത്രം മതി. ഇപ്പോൾ ഏകദേശം അങ്ങനെ തയ്യാറായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വലുതൊക്കെ ആണെങ്കിൽ ഒരു പകുതിയൊക്കെ എടുത്താൽ മതി. അതും നല്ല ചെറുതായിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഹൈ ഫ്ലെയിമിലാണ് എല്ലാ സോട്ടിങ്ങും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്യാപ്സിക്കവും അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഒരു 50% ഒക്കെ കുക്കായാൽ മതി. അതിൻ്റെ ക്രഞ്ചിനെസ് പോകാൻ പാടില്ല. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് സോസുകളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ഷേസ്വാൻ സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഷേസ്വാൻ സോസിന് പകരം നിങ്ങൾക്ക് റെഡ് ചില്ലി സോസോ ചില്ലി ഗാർലിക് സോസോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ സോസുകളും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു കളറിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ആ ഒരു സോസിലുള്ള ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഒന്ന് മനസ്സിൽ കണ്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യമേ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഗോതമ്പിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ആ ഒരു വെള്ളപ്പറ്റൊക്കെ മാറി നല്ലൊരു തിക്ക് ഗ്രേവി ആവുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു സോസ് ഈ ഒരു ഗോതമ്പിൻ്റെ കൂട്ടുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. ഇപ്പോൾ ദാ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം വരെയാണ് ഇത് പാകം ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടെ ചേർക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് വീട്ടിൽ വെച്ച് തന്നെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള പാസ്തയാണ്. ഷേസ്വാൻ ഫ്ലേവറിലാണ് ഞാനിന്നിപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു പലഹാരമാണ്. ഷേസ്വാൻ സോസിന് പകരം നിങ്ങൾക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല സോഫ്റ്റായിട്ടാണ് നമ്മളുടെ ഈ ഒരു പലഹാരം ഇരിക്കുക. ഇത് ചപ്പാത്തി മാവ് കൊണ്ടാണ് തയ്യാറാക്കിയതെന്ന് ആർക്കും മനസ്സിലാവില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ സ്നാക്സ് ബോക്സിലും കൊടുത്തുവിടാൻ വേണ്ടി പറ്റിയ ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.